നമസ്കാരം. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളുടെ കൂട്ടിയിടി മൂലമുണ്ടാകുന്ന അപകടം ഒഴിവാക്കുന്ന കവച് സുരക്ഷാ സംവിധാനം കേരളത്തിലും വരുന്നു. 106 കിലോമീറ്റർ ദൂരമുള്ള ഷൊർണൂർ എറണാകുളം സെക്ഷനിലാണ് പദ്ധതി ആദ്യം നടപ്പിലാക്കുക. വിവിധ സംസ്ഥാനങ്ങളിലായി 7228 കിലോമീറ്റർ പാതയിലാണ് 2200 കോടി രൂപ ചെലവിൽ പദ്ധതി ഈ വർഷം നടപ്പിലാക്കാൻ കരാർ ക്ഷണിച്ചത്. റേഡിയോ ഫ്രീക്വൻസി അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കവച് ലോക്കോ പൈലറ്റുമാർക്ക് സിഗ്നൽ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകും. ചുവന്ന സിഗ്നൽ തെറ്റായി മറികടന്നാൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് പ്രവർത്തിച്ച് ട്രെയിൻ നിൽക്കും. രാജ്യത്തെ 68,000 കിലോമീറ്റർ ട്രാക്ക് ശൃംഖലയിൽ 1465 കിലോമീറ്ററിൽ ഈ സംവിധാനം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 3000 കിലോമീറ്ററിൽ സ്ഥാപിക്കാനുള്ള ജോലികൾ നടന്നുവരുന്നു. ഇതിനു പുറമെയാണ് പുതിയ കരാർ കേരളത്തിലും വരുന്നത്. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഉള്ള റൂട്ടുകളിൽ കവച് നിർബന്ധമാണ്. എറണാകുളം ഷൊർണൂർ പാതയിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. റെയിൽവേ സുരക്ഷയ്ക്കായി എല്ലാ പഴുതുകളും അടച്ചുള്ള കവച് 4 നടപ്പാക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ബംഗാളിൽ ചരക്ക് തീവണ്ടി കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിനിന് പിന്നിൽ ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് റെയിൽവേ സുരക്ഷ കർശനമാക്കാൻ കവച് എന്ന ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സംവിധാനത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ കവച് 4 നടപ്പാക്കുന്നത്. ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ഇപ്പോൾ 3.2 പതിപ്പാണ് റെയിൽവേക്ക് സുരക്ഷ നൽകുന്നത്. ഇപ്പോൾ തിരക്കുള്ള പല റൂട്ടുകളിലും കവചിൻ്റെ 3.2 പതിപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനിയുള്ള തിരക്കുള്ള പല റൂട്ടുകളിലും കവച് 4 എന്ന പുതിയ കാര്യക്ഷമമായ പതിപ്പാണ് ഉപയോഗിക്കുക എന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കവച് 4 കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ജൂൺ 22-ന് പരിശോധന നടത്തിയിരുന്നു. 3 കമ്പനികളാണ് കവച് 4 തയ്യാറാക്കുന്നത്. ഈ കമ്പനികൾ കവച് 4ൻ്റെ പരീക്ഷണ റിപ്പോർട്ട് കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു. അതിനുശേഷമാണ് ഉടൻ കവചിൻ്റെ പുതിയ പതിപ്പ് നടപ്പിലാക്കും എന്ന് മന്ത്രി പറഞ്ഞത്. 2016-ലാണ് ട്രെയിനുകൾ കൂട്ടിയിടിക്കാതിരിക്കാനുള്ള സംവിധാനം ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. സുരക്ഷാ സർട്ടിഫിക്കേഷൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തെ സൂചിപ്പിക്കുന്ന SIL 4 എന്ന അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റ് ഇന്ത്യ നേടിയിരുന്നു. 2022-ലാണ് ഡൽഹി മുംബൈ, ഡൽഹി ഹൈറ എന്നീ തിരക്കേറിയ റൂട്ടുകളിൽ കവച് 3.2 നടപ്പിലാക്കിയത്. ഇന്ത്യയുടെ ആകെ റെയിൽപാതകളിൽ 1% മാത്രമാണ് കവച് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ കിലോമീറ്ററുകളോളം റെയിൽപാതകളിൽ കവച് ഉപയോഗിക്കുന്നുണ്ട്. ഭാവിയിൽ ഇത് മുഴുവൻ റെയിൽപാതകളിലും ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് ഇന്ത്യൻ റെയിൽവേ തേടുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള ഗവേഷണ വികസന സ്ഥാപനമായ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനാണ് കവച് നിർമ്മിക്കുന്നത്. ഈ സംവിധാനം ഇന്ത്യയുടെ ആകെ റെയിൽപാതകളിൽ വളരെ കുറച്ച് മാത്രമായിരുന്നു നേരത്തെ ഉപയോഗിച്ചിരുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക്, ടവറുകൾ, റേഡിയോ ഉപകരണങ്ങൾ, RFID ടാഗ് എന്നിവ റെയിൽവേ ട്രാക്കിൽ ഘടിപ്പിക്കും. അതേസമയം റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ സിഗ്നലിംഗുമായി ബന്ധപ്പെടുന്ന ഡേറ്റ കേന്ദ്രങ്ങളും സ്ഥാപിക്കും. ഇത് രണ്ടും ചേർന്നതാണ് കവച് സുരക്ഷാ സംവിധാനം. അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള കൂടുതൽ സാഹചര്യങ്ങൾ പഠിക്കുകയും അത് ഈ സംവിധാനത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇതോടെ ട്രെയിൻ അപകടങ്ങൾ ഗണ്യമായ തോതിൽ കുറയും. ഇതാണ് ഏറ്റവും പുതിയതായി വികസിപ്പിച്ചെടുത്ത കവച് 4 ലക്ഷ്യമിടുന്നത്.